ഹായ് ഗൈസ്. സോ ആക്ച്വലി കുറച്ച് മുന്നേ എടുക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയി, കുറച്ചല്ല നല്ലോണം ഡിലേ ആയി. ഈ വീഡിയോ ആക്ച്വലി ഒരു ഷൗട്ട് ഔട്ടും കൂടിയാണ്. നമ്മുടെ എല്ലാവരും ലൈഫിലൊരു ഒരാൾ കാണുമല്ലോ. നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫേസ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ തൊട്ട് ത്രൂ വേഴ്സ് ഫേസ് ആണെങ്കിലും നല്ല ഫേസ് ആണെങ്കിലും എല്ലാ ഫേസിലും ഒരേപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. മിനിമം ഒരാളെങ്കിലും കാണും. ആ ആളെ നമ്മൾ സുഹൃത്തെന്ന് വിളിക്കും. അതുപോലെ ഒരാളാണ് എനിക്ക് വൈശാഖ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്. ആക്ച്വലി ഈ കഴിഞ്ഞ സൺഡേ എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. പുള്ളിക്ക് എൻഗേജ്ഡായി. സോ ഇത് അവന് വേണ്ടിയും കൂടി ഉള്ളൊരു ഷൗട്ട് ഔട്ട് വീഡിയോ ആണ്. വൈശാഖ്, അപർണ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുന്നത്, ഒരു പുതിയ സ്റ്റാർട്ട്, നല്ലൊരു സ്റ്റാർട്ടിനുള്ളൊരു ഓൾ ദ വിഷസ്, ഓൾ ദ ബെസ്റ്റ്. ആൻഡ് എൻഗേജ്മെൻറ്റ് മിസ്സായി, കല്യാണത്തിന് എന്തായാലും ഞാൻ കാണും, അടിച്ചു പൊളിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നല്ല. ഹായ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ഷെയർ നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആക്ച്വലി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോയപ്പെട്ടി ശ്രീനു ഡയറക്റ്റ് ചെയ്ത സ്കന്ദ, സറൈനഡു അങ്ങനെയുള്ള സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത അഖണ്ഡ, അതൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളുടെ സംയുക്ത മേനോൻ, കബീർ ദുല്ലൻ സിംഗ്, നമ്മുടെ മാർക്കോയിലൊക്കെ മെയിൻ വില്ലൻ, അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആദി പിൻഷെട്ടി ഉണ്ട്. അവരൊക്കെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചാലും ബാലയ്യ, പുള്ളിയുടെ സിനിമയാണ് അഖണ്ഡ 2. ഈ സിനിമ കഥ അല്ലെങ്കിൽ ഈ സിനിമയിൽ എങ്ങനെയാണ് എന്താണ് അതൊക്കെ പറയുന്നതിന് മുന്നേ അഖണ്ഡ 1 കണ്ടു കഴിഞ്ഞൊരു പ്രേക്ഷകനാണ് അഖണ്ഡ 2 കാണുന്നതെങ്കിൽ അവർക്ക് മിനിമം ഒരു എക്സ്പെക്റ്റേഷൻ കാണും. എന്തായിരിക്കും അഖണ്ഡ 1 അല്ലെങ്കിൽ അഖണ്ഡ 2-ൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയാണ് അഖണ്ഡ 2-ൽ. ബാലയ്യണ്ണൻ്റെ ഫുൾ ഷോ ആണ് ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ്. സിനിമയുടെ കഥ ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു. നമ്മുടെ കൊറോണ ഔട്ട് ബ്രേക്കിന് സമാനമായിട്ടൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു. അപ്പം ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേറൊരു രാജ്യമാണ് കാരണം. അതിന് അവർക്കൊരു പേഴ്സണലായിട്ട് റീസണുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സ്പിരിച്വൽ ബിലീഫ് അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ധൈര്യം, ആൾക്കാർക്കിടയിലുള്ള ധൈര്യം നശിപ്പിക്കുക, അതുകൊണ്ട് നാട് നശിപ്പിക്കുക. അപ്പം അതിൻ്റെ ആ ഔട്ട് ബ്രേക്കിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ബാലയ്യയുടെ മകൾ. ബാലയ്യനത്തെ ഡബിൾ റോളാണ്, അനിയനും ചേട്ടനും രണ്ടുപേരും ബാലയ്യാണ്. അപ്പം പുള്ളിയാണ് ഇതിൽ പുള്ളിയുടെ മകളാണ് ഇതിൻ്റെ ഈ ഔട്ട് ബ്രേക്കിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം പുള്ളിക്കാരിയെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അഖണ്ഡ 1 നിർത്തുന്നിടത്ത് അന്നേ ബാലയ്യ പുള്ളിക്കാരിക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു. ലൈക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ എന്തായാലും വരും എന്നുള്ളൊരു പ്രോമിസ് കാത്തുകൊണ്ട് പുള്ളി വരുന്നു, പുള്ളി രക്ഷപ്പെടുത്തുന്നു. അതെങ്ങനെ മിഷൻ കംപ്ലീറ്റ് ആവുന്നു, അതൊക്കെയാണ് അഖണ്ഡ 2 എന്ന് പറയുന്ന സിനിമ. സ്റ്റോറി പ്ലോട്ട് നമ്മൾ വലുതായിട്ട് നോക്കേണ്ട കാര്യമില്ല. സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമ പ്രോമിസ് ചെയ്തത് ഒരു ബാലയ്യ ഒരു ഷോ ആണ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്. പുള്ളിയുടെ ഫൈറ്റ്, പുള്ളിയുടെ ഡാൻസ്, മറ്റേ അഖണ്ഡ 1-ലെ മറ്റേ ഷർട്ട് മാറി ആ ഡാൻസൊക്കെ ഉണ്ട്. അപ്പം ഡാൻസ്, പാട്ട്, ആക്ഷൻ, പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, അതെല്ലാം സിനിമയിൽ സ്ഥിരം പോലെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഒരു തിയേറ്റർ ഞാനൊരു ലോക്കൽ തിയേറ്ററിലാണ് കണ്ടത്. അപ്പം അത്യാവശ്യം എനിക്ക് ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടി പടത്തിൻ്റെ. അപ്പം ഇതൊരു തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ നാളെ OTT-ൽ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. പക്ഷേ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു ക്രൗഡിൻ്റെ കൂടിരുന്ന്, ഒരു വൈബ് ക്രൗഡിൻ്റെ കൂടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ് അഖണ്ഡ 2. അതിൽ വേറെ നമുക്ക് ലോജിക്കായിട്ട് അതങ്ങനെ നോക്കാൻ പാടില്ല. കാരണം അഖണ്ഡ 1 കണ്ട ഒരു പ്രേക്ഷകന് മിനിമം അറിയാം അഖണ്ഡ 2 എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് പടം അഖണ്ഡ 2. ഒരു തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പടം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ലൊരു വൈബ് ക്രൗഡിൻ്റെ കൂടെ ആണെങ്കിൽ പടം നല്ലോണം
നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ധർമ്മജൻ്റെ പണ്ടത്തെ ഒരു സൺഡേ ഹോളിഡേയിൽ ഒരു ഡയലോഗുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ബാലയ്യകാരും ഒഴിച്ച് ബാക്കി എല്ലാവരും എയറിലാണ്. എല്ലാവരും എയറിൽ നിർത്തിയാണ് ബാലയണ്ണൻ സിനിമയിലുള്ളത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. OTTയിൽ വന്നത് എങ്ങനെ ആയിരിക്കും എന്നെനിക്കറിയില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫാമിലി അപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ.